ഹായ് ഫ്രണ്ട്സ്, ഓൾസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ ആംബിയർ നമുക്ക് എങ്ങനെ ഈസിയായി ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ പലപ്പോഴും ആംപ്ലിഫയറിന് 12 വോൾട്ട് 5 ആംബിയർ, 27.0, 27, 10 ആംബിയർ എന്നിങ്ങനെ പറഞ്ഞ് വാങ്ങാറുണ്ട്. പക്ഷേ ഈ ട്രാൻസ്ഫോമറിന് കറക്റ്റ് ആംബിയർ ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോമർ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണ്. 12.0, 12, 5 ആംബിയർ. അപ്പോൾ അതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി 60 വാട്ട്സ്, അതായത് 12 വോൾട്ട് ഗുണം 5 ആംബിയർ സമം വാട്ട്സ്, 60 വാട്ട്സ്. അപ്പോൾ 60 വാട്ട്സ് നമ്മൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫോമറിൽ ഒരിക്കലും 12 വോൾട്ട് കുറയാൻ പാടില്ല. അങ്ങനെ കുറയുകയാണെങ്കിൽ 5 ആംബിയർ ഇല്ല, അതിന് താഴെയുള്ള ഏതോ ആംബിയറിലുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ എത്തരത്തിലാണ് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്ന അഹുജ ആംപ്ലിഫയറിൻ്റെ 12 വാട്ട് 5 ആംബിയർ ഉള്ളൊരു ട്രാൻസ്ഫോമർ, ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ 12 വോൾട്ട് 5 ആംബിയർ ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ ആംബിയറിൻ്റെ വ്യത്യാസം നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോമറിൻ്റെ ആംബിയർ കറക്റ്റ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 12 വോൾട്ട് 5 ആംബിയർ ട്രാൻസ്ഫോമറിന്റെ ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 വാട്ട്സ് ആണ്. 12 ഗുണം 5 സമം 60 വാട്ട്സ്. 60 വാട്ട്സ് ലോഡ് കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് 12 നിന്ന് താഴ്ന്നു പോവുകയാണെങ്കിൽ ആ ട്രാൻസ്ഫോമർ കറക്റ്റ് 5 ആംബിയർ അല്ല, അതിന് താഴ്ന്ന ആംബിയറിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിന്റെ ആംബിയർ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഒരു ക്ലാമ്പ് മീറ്റർ. പിന്നെ വേണ്ടത് നമ്മൾ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജും ആംബിയറിലുമുള്ള, ആംബിയർ എന്ന് പറയുമ്പോൾ 12 വോൾട്ട് 5 ആംബിയർ സമം 60 വാട്ട്സ്, 60 വാട്ട്സ് ലോഡുള്ള ബൾബ് എടുക്കുക, 12 വോൾട്ട് 60 വാട്ട്സ് ബൾബ്. എന്നിട്ട് അത് ഡയറക്റ്റ് കൊടുത്തിട്ട് നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ടേജ് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ ആ പറയുന്ന ആംബിയർ അല്ല, അതിന് താഴ്ന്ന ആംബിയർ ആണ്. ഞാനിവിടെ ട്രാൻസ്ഫോമറിന്റെ ലോഡ് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ ഉപയോഗിക്കുന്നത് കാറിൽ വരുന്ന ഹാലജൻ ബൾബാണ്. അതായത് ഡിമ്മ് വന്നിട്ട് 50 വാട്ട്സും ബ്രൈറ്റ് വന്നിട്ട് 60 വാട്ട്സുമാണ്. അപ്പം കറക്റ്റ് ലോഡ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. 60 വാട്ട്സ് ലോഡ് കൊടുത്ത് നോക്കുമ്പോൾ വോൾട്ടേജ് കുറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം ആംബിയർ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ 12 വോൾട്ട് 5 ആംബിയർ ട്രാൻസ്ഫോമറാണ്. ഇത് 12012 ആണ് ട്രാൻസ്ഫോമർ. സെൻട്രൽ ടാപ്പിംഗ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് കോയിലിന്റെയും പവർ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി ഡയോഡ് വഴിയാണ് ഇതിന്റെ ഔട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഇൻപുട്ട് സപ്ലൈ നമുക്ക് ആദ്യം കൊടുക്കാം. ഇൻപുട്ട് സപ്ലൈ കൊടുത്തു, ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് മൾട്ടിമീറ്റർ DC വോൾട്ടേജിലിട്ടിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എത്ര വോൾട്ട് കിട്ടുന്നു നോക്കാം. 12 വോൾട്ട് DC ഉണ്ട്. ഇനി നമുക്ക് ലോഡ് കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് ഹാലജൻ ബൾബ് കത്തുന്നുണ്ടോ നോക്കാം. ഇനി വോൾട്ടേജ് കൂടി ചെക്ക് ചെയ്യാം. ലോഡ് കൊടുത്തിട്ട് നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം 13 വോൾട്ട് ഉണ്ട്. ലോഡ് ചെയ്ത് 13 വോൾട്ട് ഉണ്ട് ട്രാൻസ്ഫോമറിൽ. ലോഡ് ചെയ്തപ്പോൾ 8 വോൾട്ടായിട്ട് കുറഞ്ഞു. പറ്റിക്കൽ ട്രാൻസ്ഫോമറാണ്, കറക്റ്റ് ആംബിയർ കിട്ടത്തില്ല. ഇനി നമുക്ക് അഹുജ ആംപ്ലിഫയറിൻ്റെ 12 വോൾട്ട് 5 ആംബിയർ ട്രാൻസ്ഫോമർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പ്രൈമറി സൈഡ്, ഇൻപുട്ട് പവർ സപ്ലൈ, ഇൻപുട്ട് പവർ കൊടുത്തു നോക്കാം. അല്ല, 12 വോൾട്ട് AC വോൾട്ടേജ്, 11, 12 വോൾട്ട്. നമുക്കിനി ലോഡ് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം.
11.5 വോൾട്ടാണ് ഇപ്പം ഔട്ട്പുട്ടിലുള്ളത്. ആണ് 11-12 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പം 60 വാട്ട്സ് ലോഡ് ചെയ്യുമ്പോൾ 11 വോൾട്ട്, 0.5 വോൾട്ടേജ് മാത്രം. കറക്റ്റ് 5 ആംപിയറാണ് അഗുജ ആംപ്ലിഫയറിലൊക്കെ വരുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. 5 ആംപിയർ എന്ന് പറഞ്ഞാൽ 5 ആംപിയർ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന ട്രാൻസ്ഫോമറാണ് കറക്റ്റ് ആംപിയർ കിട്ടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു മാർക്കറ്റിൽ നിന്ന് ഒരു ട്രാൻസ്ഫോമർ വാങ്ങി കറക്റ്റ് ആംപിയർ ഉണ്ടോ എന്ന് നിങ്ങൾ ഈസിയായി ചെക്ക് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചത്. എത്ര വോൾട്ടേജ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാവുന്നതായിരിക്കും. 12 വാൾട്ട്, 24 വാൾട്ട്, 36 വാൾട്ട്, അങ്ങനെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഇതുപോലുള്ള ബൾബുകൾ സീരിയലായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അതിൽ കൊടുത്ത് ആംപിയർ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 24 ആണെങ്കിൽ ഇതുപോലത്തെ 2 ബൾബ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. 36 ആണെങ്കിൽ ഇതുപോലത്തെ 3 ബൾബ് ഉപയോഗിച്ച് നമുക്ക് പാരലല്ല സീരിയൽ ചെയ്തിട്ട് നമുക്ക് വോൾട്ടേജ് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം, ആംപിയർ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മാർക്കറ്റിൽ നിന്നൊരു ട്രാൻസ്ഫോമർ വാങ്ങിയാൽ കറക്റ്റ് ആംപിയർ എങ്ങനെ ഈസിയായി ചെക്ക് ചെയ്തെടുക്കാം എന്നുള്ള ഒരു മെത്തേഡാണ് ഞാനിന്നിവിടെ കാണിച്ചത്. കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.